വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നേതാവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ്. ഇപ്പം നടക്കുന്ന എല്ലാ എക്സാമുകളിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് 1, 2, 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നടന്ന 2025-ലായാലും അതുപോലെ തന്നെ 10th പ്രിലിംസിലാണെങ്കിലും ലാസ്റ്റ് ഗ്രേഡിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PSC എക്സാമുകളിൽ ഇംഗ്ലീഷ് എക്സാമുകളുണ്ടായിരിക്കുമല്ലോ, അതിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യനാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമാണ്, ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ പറയുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20-നാണ് ശ്രീനാരായണ ഗുരു എവിടെ ജനിക്കുന്നത്? ചെമ്പഴന്തിയിൽ ജനിക്കുന്നത്. അപ്പോൾ ഈ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1856 ഓഗസ്റ്റ് 20-നാണ് ചെമ്പഴന്തിയിൽ ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് 1856 ഓഗസ്റ്റ് 20-ന്. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ ആരാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് മാടനാശാനും കുട്ടിയമ്മയും. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് മാടനാശാനും കുട്ടിയമ്മയും. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? കാളിനാണ്ടോ. കാളിനാണ് ഭാര്യയുടെ പേര് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനമാണ് വയൽവാരം വീടാണ് അദ്ദേഹത്തിൻ്റെ ഭവനം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്ന വേറൊരു പേരാണ് നാണു ആശാൻ. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന ആളാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാടയ്യയും. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാരൊക്കെയാണ്? രാമൻപിള്ള ആശാനും തൈക്കാടയ്യയും. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് G. ശങ്കരക്കുറുപ്പ്. ഇത് കഴിഞ്ഞ എക്സാമിന് കണ്ടു അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് G. ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ് 1882 എറണാകുളത്ത് വെച്ചിട്ടില്ലേ? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള 10 ക്വസ്റ്റ്യനും നമുക്ക് നോക്കാം. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് 1856 ഓഗസ്റ്റ് 20-ന്. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് മാടനാശാനും കുട്ടിയമ്മയും. ഭാര്യയുടെ പേരെന്താണ്? കാളി എന്നാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം എവിടെയാണ്? വയൽവാരം വീട്. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാടയ്യയും. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G. ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. ഇനി കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതെന്നാണ്? 1891-ലാണ്. കുമാരനാശാൻ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് 1891-ലാണ്. ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിച്ച വർഷം 1895-ലാണ് ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിക്കുന്നത്. ഇനി ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിക്കുന്നത് 1912-ലാണ്. ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിക്കുന്നത് ബാലരാമപുരത്ത് വെച്ചാണ്. ഇനി ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914-ലാണ്. ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയത്. ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷമാണ് 1916-ലാണ്. ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ശിവഗിരിയിലാണ്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ഇനി ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയുണ്ട് അല്ലേ? ട്രാൻസ്ലേറ്റർ ആയിരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അന്നത്തെ ദ്വിഭാഷി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ആദ്യത്തെ രചന എന്ന്. അദ്ദേഹം അത് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാത്തത്?
നോക്കാം. ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് നമ്മൾ പറഞ്ഞു 1182 കുമാരനാശാൻ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1191 ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിച്ചത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ചത് 1912 ബാലരാമപുരത്ത് വെച്ചാണ്. ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയത് 1914 ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് 1916 ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ശിവഗിരി. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് കുമാരനാശാനാണല്ലേ ടാഗോറും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ഇനി അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ സ്തോത്രം എഴുതിയത്. ഇനി ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് എന്ത്? കാളിമാല എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ഗുരു ആരുടെ പേരിൽ എഴുതിയതാണ്? ഭാര്യയുടെ പേരിലേ. ഇനി അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന വ്യാപരനോ സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത് 1897 ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത്. ഇനി അപ്പോൾ ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത് 1897 ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന പുസ്തകം എന്ന വാചകമുള്ള ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് ജാതിമീമാംസയാണ്. ജാതിമീമാംസയിലാണ് എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാചകമുള്ളത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷമാണ് 1887 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് നോക്കാം. നമ്മൾ ഇടം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന വ്യാപരന് സുഖത്തിനായി വരയണമെന്നത് ആത്മോപദേശ ശതകം എന്നതിലെ വരികളാണ്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത് 1897 ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന് പറയുന്നത് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. എവിടെയാണ്? നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ പഠിക്കാം. അപ്പോൾ ഗുരുവിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, നീനവരത്നമഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ജാതിലക്ഷണം, ചിഞ്ചട ചിന്തകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, വിനായകാഷ്ടകം, തേവാരപ്പതികൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളീ നാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അദ്വൈത ദീപക, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പ ദശകമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനനി നവരത്നമഞ്ജരി, അറിവ്, ജാതി ലക്ഷണം, ചിഞ്ചട ചിന്തകം, ശിവശതകം ഇമ്പോർട്ടൻ്റ് ആണ്. കുണ്ടലിനി പാട്ട്, വിനായക കാഷ്ടകം, തേവാരപ്പതികൾ, തിരുക്കുറൽ വിവർത്തനം ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനദർശനം, കാളി നാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷമാണ് 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചത് കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചത് 1898 അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നതിനെയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ തന്നെയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്താമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചിട്ടുള്ള എവിടെയാണ്? മരുത്താമല അല്ലേ. മരുത്താമലയിലൊരു ഗുഹയുണ്ട്, അതിനെയാണെന്ന് പറയുന്നത് പിള്ളത്തടം ഗുഹ എന്ന് പറയുന്നത്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരാത്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. എന്താണ്? ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാസ്ഥാനം
സ്ഥാനമാണ് ഇത് നേടിയിട്ടുള്ളത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞത് ഗുരുവാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും ആരാണ്? ഗുരുവാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 1965 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ഗുരുവിനോടുള്ള ആദര സൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2 വർഷത്തിന് ശേഷമാണ്, 1967 ഓഗസ്റ്റ് 21. അപ്പോൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 1965 അത് ആ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീലങ്ക സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് 2009. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ കൂടി പ്രത്യക്ഷപ്പെട്ട മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 2009 പ്രത്യക്ഷപ്പെട്ടത്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നൊക്കെ പ്രസ്താവിച്ചത് ആരാണ്? ഗുരുവാണ്. അപ്പോൾ സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നൊക്കെ പ്രസ്താവിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലെങ്കിൽ SNDP സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ SNDP സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് 1903 മെയ് 15 SNDP സ്ഥാപിക്കുന്നത്. 1903 മെയ് 15 SNDP സ്ഥാപിക്കുന്നത്. ആരുടെ പ്രേരണയാലാണ് ഈ SNDP സ്ഥാപിക്കുന്നത്? ഗുരു ഡോക്ടർ പൽപുവിൻ്റെ കേട്ടോ. അപ്പോൾ ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അപ്പോൾ SNDP രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളൊരു യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലേ? അരുവിപ്പുറത്താണല്ലേ ഒരു ശിവപ്രതിഷ്ഠയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് വാവിട്ടു യോഗം. വാവിട്ടു യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവർത്തന പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളോടുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. സുനിശ്ചിതമായ ഭരണഘടനയും അതുപോലെ തന്നെ പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളോടുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. SNDPയുടെ ആദ്യത്തെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപു ആണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനുമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ഗുരു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു, SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. ഇനി SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്. SNDPയുടെ മുഖപത്രമാണ്. അപ്പോൾ SNDPയുടെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ച വർഷമാണ് 1904 വിവേകോദയം ആരംഭിച്ചത്. 1904. വിവേകോദയം പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നത് കുമാരനാശാനാണ്. അപ്പോൾ SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. അദ്ദേഹമാണ് വിവേകോദയം പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപനായിരുന്നത്. ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രമാണ് യോഗനാഥം. യോഗനാഥം ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രമാണ്. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ് SNDPയുടെ ആസ്ഥാനം പറയുന്നത്. ഇനി ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം. അപ്പോൾ ശാരദാ പ്രതിഷ്ഠ എവിടെയാണ്? ഗുരു ശിവഗിരിയിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരു ആലുവയിലെ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷമാണ് 1913. ശ്രീനാരായണ ഗുരു ആലുവയിലെ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിച്ചത് 1916. ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്തിയ വർഷമാണ് 1924. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗുരു ആലുവയിലാണ് സർവ്വമത സമ്മേളനം നടക്കുന്നത്. 1924 ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ശിവദാസ് അയ്യർ. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായ ശിവദാസ് അയ്യർ ആയിരുന്നു ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ.
ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. 1918 ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. 1918 ആണ്, 19 ആണെന്നുണ്ടെങ്കിലും അത് ടിക്ക് ചെയ്യാം കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം 1926 രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനം. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് 1922 നവംബർ 22 ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്നത്. 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന CF ആൻഡ്രൂസ് ആണ് ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് 1925 മാർച്ച് 12 എന്നാണ്. 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയിലാണ്. ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജി ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്നത് കാവ്യ വസ്ത്രമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു. കളമങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങൾ കുറേ ഉണ്ട്. ഏതൊക്കെയാണ്? കളമങ്കോട്, ഉല്ലാല, വെച്ചൂർ, കാരമുക്ക്, മുരുക്കുംപുഴ എന്നിവയിലൊക്കെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കേട്ടോ. കളമങ്കോട്, ഉല്ലല, വെച്ചൂർ, കാരമുക്ക്, മുരുക്കുംപുഴ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതിയിൽ നിന്നും നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഒരു നവോത്ഥാന നായകനാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. അദ്ദേഹം സമാധിയായത് ശിവഗിരിയിലാണ്. ശിവഗിരി 1928 എന്ത് സംഭവിക്കുന്നത്? അദ്ദേഹം സമാധിയാക്കുന്നത്. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് K. സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു എന്ന് പറയുന്നത് കേട്ടോ. ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് K. സുരേന്ദ്രൻ രചിച്ച നോവലാണ്. ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. ഗുരുവിനെ കുറിച്ചിട്ട് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്ത. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനായിരുന്നു. ആദ്യത്തെ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനായിരുന്നു. ഇനി ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് കന്നേറ്റി കായൽ. കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയതാരാണ്? പെരുമ്പടവം ശ്രീധരനാണ് ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത്. ശ്രീനാരായണ ഗുരു എന്ന മലയാള സിനിമ സംവിധാനം ചെയ്ത് P. A. ബക്കറാണ്. ശ്രീനാരായണ ഗുരു എന്ന മലയാള സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹത്തെക്കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ്. ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് ആരാണ്? കിളിമാനൂർ കേശവനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ അത് രചിച്ചതാരാണ്? ഗുരുവാണ്. അത് ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത്. ഇനി ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് അപ്പോൾ ആരാണ്? KP കറുപ്പനാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പനും. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യറുമാണ്. രാമപുരത്ത് വാര്യർ. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങായിരുന്നു കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം. കോട്ടയത്ത് 1927 SNDP യോഗം നടക്കുന്നത്. അത് അവസാനമായിട്ട് ഗുരു പങ്കെടുത്തിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്രയിലെ നവി മുംബൈ ആണ് എന്നുള്ളത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? T. ഭാസ്കരനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? T. ഭാസ്കരനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ ശ്രീനാരായണനെ കുറിച്ച് ഇതിനേക്കാളും കുറച്ചും കൂടി ഗുരുവിനെ കുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ PSC നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ എടുത്തിട്ടുണ്ടോ. അപ്പോൾ അതും കൂടി കാണാം കേട്ടോ ഗുരുവിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.